ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളി മന്തിയും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഷവായി ചിക്കനും. അപ്പോൾ ഷവായി ചിക്കനും മന്തിയും എങ്ങനെ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീട്ടിലോട്ട് പോകാം. ഇത് നമ്മുടെ ചിക്കനാട്ടോ, ചിക്കൻ്റെ തൈസ്. ഞാൻ ഇന്ന് ചിക്കൻ്റെ തൈസാണ് എടുത്തത്, ഏകദേശം 2 കിലോ ഉണ്ട്. അപ്പോൾ ഞാനിത് ഒരു ബൗളിൽ നല്ല വെള്ളത്തിൽ മുക്കിയിട്ടേക്കാണ്. അപ്പോൾ ഈ വെള്ളത്തിൽ ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, പിന്നെ നാരങ്ങാനീര് ഇത്രയും ചേർത്തിട്ട് നമ്മൾ വെള്ളത്തിൽ ചിക്കൻ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചേക്കാണ്. ഏകദേശം നമ്മളൊരു 5 മണിക്കൂറായി വെച്ചിട്ട് ഒരു ഓവർനൈറ്റൊക്കെ വെച്ചാലും നല്ലതായിരിക്കും. ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഡയറക്റ്റായിട്ട് ഗ്രില്ല് ചെയ്താലും കുഴപ്പമില്ല. നമ്മുടെ ചിക്കനെ ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം കേട്ടോ. ഇത് നമ്മുടെ ഷവായി ചിക്കന് വേണ്ടിയിട്ടുള്ള മസാല കേട്ടോ. ജീരകം, പച്ചമല്ലി, ഇഞ്ചി, വെളുത്തുള്ളി, പട്ട, ഗ്രാമ്പു അതെല്ലാം ചൊറുക്കയിൽ സോക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇത് കൂടാതെ കുറച്ച് സവോളയും തക്കാളിയും വഴറ്റി വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും ചേർത്തിട്ടുണ്ട് കളറിന് വേണ്ടിയിട്ട്. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇത് നമ്മുടെ ഷവായി മസാല നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് നമ്മൾ ചിക്കനിൽ മാരിനേറ്റ് ചെയ്യും, ബാക്കി നമ്മൾ മസാലയാക്കി ഒരു ഗ്രേവി ഒരു ഫോമിലേക്ക് കൊണ്ടുവരും കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം മാരിനേറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ ഇവിടെ ഡ്രെയിൻ ചെയ്ത് വെച്ചതുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ലൈറ്റായിട്ട് മസാല മതി, ഒരുപാട് മസാല വേണ്ട. കാരണം ഓവനിൽ വയ്ക്കുമ്പോൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ഫ്ലേവർ പിടിക്കാൻ വേണ്ടി, ആ സ്കിന്നിലൊക്കെ ഒരു ഫ്ലേവർ പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് മസാല. ഓക്കെ, നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതായത് നമ്മുടെ ചിക്കനെ നമ്മളൊരു ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ ട്രേ ആണ് നമ്മൾ ഓവനിൽ വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ 150-ൽ ഏകദേശം ഒരു 3/4 മണിക്കൂർ, ഒരു 45 മിനിറ്റ് വയ്ക്കാം. അപ്പോൾ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലോട്ട് നമ്മൾ നമ്മുടെ ചിക്കനെ വെക്കുകയാണ്. ചിക്കനെ നമ്മൾ മിഡിലായിട്ടാണ് വയ്ക്കണേ. ഓവൻ നല്ല ചൂടായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ അതിലേക്ക് ചിക്കൻ വെച്ചു. അതുപോലെ തന്നെ നമ്മുടെ അരി ഇവിടെ ഞാൻ കുതിർത്താൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ അഫ്രീദി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ സെല്ല റൈസ് യൂസ് ചെയ്തേക്കുന്നത്. അതെനിക്ക് യൂസ് ചെയ്തപ്പോൾ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ യൂസ് ചെയ്യുന്നത്. പല അരികളും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ അരിയിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല നീളത്തിൽ നല്ല കറക്റ്റായിട്ട് പാകത്തിന് വരാറുണ്ട്. അതുകൊണ്ടാണ് ഈ അരി തന്നെ എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് അരിയാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ചിട്ട് ചെയ്യാം. മാക്സിമം നല്ല സെല്ല റൈസ് വെച്ച്, ഗോൾഡൻ സെല്ല റൈസ് വെച്ച് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മുടെ മന്തി കറക്റ്റായിട്ട് വരും കേട്ടോ. ഇതിപ്പോൾ ഏകദേശം 3 മണിക്കൂറായി. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫുൾ നൈറ്റ് കുതിർത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ തലേ ദിവസം വൈകുന്നേരം ഇട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ റൈസായിട്ട് വരും. അപ്പോൾ നമ്മുടെ റൈസും നന്നായിട്ട് വെള്ളം ഊറ്റി എടുക്കണം. അപ്പോൾ നമ്മളിത് വെള്ളം ഊറ്റാൻ വേണ്ടി വെച്ചേക്കാണ്. അപ്പോൾ നമുക്ക് അടി കട്ടിയുള്ള നല്ലൊരു വാവട്ടമുള്ളൊരു പാത്രമാണ് മന്തിക്ക് നമുക്ക് റൈസിന് എപ്പോഴും ബെറ്റർ. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു പാത്രമാണ്. പാത്രം നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ പാത്രം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഒലിവ് ഓയിൽ, കുക്ക് ചെയ്യാനുള്ള ഒലിവ് ഓയിൽ. നമുക്ക് സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിൽ എന്ത് ഓയിലാണ് യൂസ് ചെയ്യാം. ഞാൻ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇതാട്ടോ നമ്മൾ യൂസ് ചെയ്യുന്ന ഓയിൽ. ഇത് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമ്മുടെ. അപ്പോൾ നമുക്ക് ആദ്യം സവോള ചേർത്ത് കൊടുക്കാം. സവോള സ്ലൈസായത് ഒരു ചെറിയ സവോള എടുത്താൽ മതി. 3 കപ്പ് അരിയാണ്. 3 കപ്പ് അരിക്ക് നമുക്കൊരു ചെറിയ സവോള മതി. സോട്ട് ചെയ്ത് കൊടുക്കാം. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു മന്തിയുടെ റെസിപ്പിയാണ്. നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു മന്തി റെസിപ്പിയാണ്. ഞാൻ സാധാരണ വേറൊരു രീതിയിലാണ് മന്തി ഉണ്ടാക്കാറ്. നമ്മൾ യൂസ് ചെയ്യുന്ന ചിക്കനെ നമ്മൾ ആദ്യം ബോയിൽ ചെയ്യും. ഇപ്പോൾ ചിക്കൻ ബോയിൽ ചെയ്യുമ്പോൾ അതിൻ്റെ വെള്ളമെല്ലാം ഈ പാത്രത്തിലോട്ട് തന്നെ വീഴും. അപ്പോൾ ആ വെള്ളം യൂസ് ചെയ്തിട്ട് നമ്മൾ റൈസ് ഉണ്ടാക്കും. അങ്ങനെയാണ് സാധാരണ ചെയ്യാറ്. ഇന്നിപ്പോൾ വേറെ രീതിയിൽ നമ്മൾ ഗ്രില്ല് ചെയ്തിട്ട് ചിക്കനെ ഡയറക്റ്റ് ഗ്രില്ല് ചെയ്ത് ഷവായ ആക്കാനുള്ള പരിപാടിയാണ്. ചിക്കൻ്റെ സ്റ്റോക്കിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ശരിക്കും മന്തിയുടെ ഫീൽ, ആ സ്റ്റോക്കൊക്കെ എല്ലാം ഇറങ്ങിയിട്ട് ചിക്കൻ്റെ ഫാറ്റും എല്ലാം ഇറങ്ങിയിട്ട് നമുക്ക് കറക്റ്റ് ഫീൽ കിട്ടും. നോർമലി കുഴിമന്തി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, ചിക്കൻ അങ്ങനെ തന്നെ റൈസിൻ്റെ മുകളിൽ വയ്ക്കുകയാണ്. ആ കനലിൻ്റെ ചൂട് കൊണ്ട് അതിൻ്റെ ഫാറ്റെല്ലാം ഉരുകി റൈസിലോട്ട് വീഴണം. അപ്പോഴാണ് മന്തിക്ക് ആ ഫ്ലേവർ കിട്ടുന്നത്. അപ്പോൾ അത് നമുക്കിവിടെ എളുപ്പമല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ മുകളിലൊരു പാത്രം ഉണ്ടാകും, അതിങ്ങനെ അരിപ്പ പോലെയാണ്. അപ്പോൾ അതിനകത്ത് വെച്ച് നമ്മൾ ബോയിൽ ചെയ്യും. അടിയിൽ വെള്ളം ഒഴിച്ചിട്ട് ചിക്കനെ മുകളിൽ വെച്ചിട്ട് ബോയിൽ ചെയ്യും. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം കേട്ടോ. ഒന്നിനൊന്ന് സോട്ട വരുമ്പോൾ നമുക്ക് ഇതിനകത്ത് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. കുറച്ച് പച്ചമല്ലി, പെപ്പർ, പിന്നെ നമ്മുടെ പട്ടയും ഗ്രാമ്പും ഏലക്കയും, 2 ബേ ലീഫ് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതും ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ഇത് ഒരുപാട് ഫ്രൈ ആവരുത്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഇതിനകത്ത് നമ്മുടെ കയ്യിൽ മന്തി മസാല ഉണ്ടെങ്കിൽ നമുക്ക് മന്തി മസാല ഇട്ട് കൊടുക്കാം. എൻ്റെ അടുത്ത് മന്തി മസാല ഇല്ല, അതുകൊണ്ട് ഒരല്പം മല്ലിപ്പൊടിയും
നമ്മുടെ ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടി ചേർത്തു, കുറച്ച് ജീരകം പൊടിച്ചത്, പിന്നെ ഒരല്പം ഗരം മസാല. ഒരുപാട് മസാല ചേർക്കരുത്, വളരെ ലൈറ്റായിട്ടേ മസാല ചേർക്കാവൂ. എൻ്റെ കയ്യിൽ ഞാൻ സാധാരണ മന്തി മസാല പൊടിച്ച് വയ്ക്കാറുണ്ട്, അത് തീർന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മന്തി മസാല, കപ്സ മസാല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊരല്പം ഒരു ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കൊടുത്താൽ മതി. മസാല കരിയരുത്. അപ്പോൾ ഇതാണ് നമ്മൾ എടുത്ത കപ്പ്. ഈ കപ്പിൽ 3 കപ്പ് അരിയാണ് ഞാൻ എടുത്തിരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു 4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ മസാല കരിയണതിന് മുമ്പ് നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. എന്താ നമ്മളിപ്പോൾ 4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ചിക്കൻ്റെ 2 സ്റ്റോക്ക് ക്യൂബ് ചേർത്ത് കൊടുക്കാം. ഒന്ന് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ ചിക്കൻ്റെ സ്റ്റോക്ക് യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ 2 ക്യൂബ് ചേർക്കണ്ട, അല്ലെങ്കിൽ നമുക്ക് 1 ക്യൂബ് മതി. ഇനി അടുത്ത് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം പച്ചമുളകും ചേർത്ത് ഒരു പേസ്റ്റ് ആക്കിയതാട്ടോ. ഈ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത ഈ പേസ്റ്റ് ഉണ്ടല്ലോ, ഇതാണ് ഈ റൈസിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നത്. പല റെസിപ്പികൾ നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആരും ഇങ്ങനൊരു സാധനം ചേർക്കുന്നത് കണ്ടിട്ടില്ല. ഞാൻ ആരെങ്കിലും കാണിക്കാത്തതാണോന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇങ്ങനൊരു ടിപ്പ് ഇതുപോലെ തന്നെ യൂട്യൂബിൽ പല വീഡിയോസ് കണ്ടതിൽ നിന്ന് ഒരാൾ ചെയ്യുന്നതിൽ നിന്നാണ് എനിക്ക് ഇത് കിട്ടിയത്. അപ്പോൾ അതിനുശേഷം ഞാൻ അത് ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ നല്ല റിസൾട്ടാണ്. നമുക്ക് ആ ഒരു റിയൽ നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന മന്തിയുടെ ഒരു ഫ്ലേവർ കിട്ടും. കുറച്ച് തക്കാളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളിയുടെ പകുതിയേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു മീഡിയം തക്കാളി അതിൻ്റെ ഒരു പകുതി പീസ് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചതാണേ. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വരേണ്ട ഈ സമയത്ത് നമുക്ക് ഉപ്പിടാം. ഓൾറെഡി ചിക്കൻ ക്യൂബ് നമ്മൾ ഇട്ടേക്കണേൽ ഉപ്പുള്ളത് കൊണ്ട് നോക്കിയിട്ടാണ് ഉപ്പിടാനായിട്ട്. ഉപ്പ് നോക്കി, ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി ഈ സമയത്ത് നമ്മൾ ചേർക്കേണ്ട ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, അതൊന്ന് മറന്നുപോയി. ഞാനിവിടെ ഉണ്ടെന്നുള്ള രീതിയിലാണ് ഓൾറെഡി തുടങ്ങിയത്, പക്ഷേ സംഭവം വിട്ടുപോയി. ക്യാപ്സിക്കം. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ക്യാപ്സിക്കം ഒരു കുറച്ച് പീസ് അരിഞ്ഞ് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് കറക്റ്റ് മന്തിയുടെ ഫ്ലേവറിലോട്ട് വരാം. അപ്പോൾ ക്യാപ്സിക്കം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ക്യാപ്സിക്കം ഇല്ലാതെ റൈസ് ഇടാൻ പോവാണ്. അപ്പോൾ അതാ നമ്മുടെ റൈസ് നല്ല അടിപൊളിയായിട്ട് വെള്ളമൊക്കെ പോയി വന്നിട്ടുണ്ട്. നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ റൈസ് ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു ഡ്രൈ ലെമണും കൂടി ചേർക്കാം. ഒരു നാരങ്ങയുടെ പകുതി നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. റൈസ് തമ്മിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നാരങ്ങ നീര് ചേർക്കണേ. ഇനി നമുക്കിത് അടച്ച് വെച്ച് വയ്ക്കാം കേട്ടോ. അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ നമ്മളൊരു 3-4 മിനിറ്റ് കുക്ക് ചെയ്യുക. അതിന് ശേഷം തീ കുറച്ചിട്ടിട്ട് പിന്നെ സ്ലോ കുക്ക് ചെയ്യണം. നമ്മളങ്ങനെ അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ അരിക്ക് മാക്സിമം ലെങ്ത് ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടാക്കുന്ന സമയത്താകുമ്പോൾ നമ്മുടെ വെള്ളം കുറവായിരിക്കും. അപ്പോൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് വെള്ളം വറ്റിപ്പോവും. ഇപ്പോൾ നമ്മുടെ വെള്ളം കുറേ നല്ല രീതിയിൽ വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യണത് 2 പച്ചമുളക് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കുത്തി വെച്ച് കൊടുത്തിട്ട് നമുക്കിതിനെ 2 പച്ചമുളക് അതിൻ്റെ മുകളിൽ കുത്തി വെച്ച് കൊടുത്തു. ഇനി ഒരു ഫോയിൽ പേപ്പർ വെച്ച് ഇതിനെ കവർ ചെയ്യണം. അതിന് ശേഷം നമ്മൾ അതിൻ്റെ ലിഡ് വെച്ച് അടച്ചിട്ട് കുറച്ച് എയർ ടൈറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ്. നിങ്ങൾക്കിത് എയർ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത്, എങ്ങനെ ചെയ്യാൻ പറ്റുമോ അതനുസരിച്ച് ചെയ്യാം കേട്ടോ. ഇത് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു മെത്തേഡാണ്. നമ്മൾ 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിലേക്ക് കൊടുക്കും. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിയുമ്പോൾ ഇതിനകത്ത് മാക്സിമം നല്ല രീതിയിൽ എയർ ഫില്ലാവും. ഇവിടെ ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെയിറ്റ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ കുറച്ച് നേരം ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. നല്ല രീതിയിൽ ആവി പുറത്തുനിന്ന് വന്നു തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ തീ കുറയ്ക്കണം, ഇല്ലെങ്കിൽ ഇത് അടി കരിയും, പെട്ടെന്ന് വെള്ളം വറ്റി അടി കരിയും. അപ്പോൾ മാക്സിമം തീ കുറച്ചിട്ടു. ഇനി ആ ചെറിയ തീയിലിരുന്ന് അവിടെ ഇരുന്ന് വേവട്ടെ. ചെറിയ തീയിൽ നിങ്ങൾ തീ ബാലൻസ് ചെയ്യണം. ഇപ്പം എനിക്കിവിടെ ഇലക്ട്രിക് ആണ്, അതുകൊണ്ട് ചൂട് നോക്കാൻ ഇച്ചിരി പ്രയാസമാണ്. ഇപ്പോൾ ഗ്യാസ് അടുപ്പിൽ യൂസ് ചെയ്യുന്നവർ വളരെ കുറച്ച് ഏറ്റവും
മിനിമത്തിലിട്ട് കുറച്ച് നേരം ചൂടാക്കുക, അതിനുശേഷം ഓഫ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മുടെ റൈസ് അവിടെ ഇരുന്ന് റെഡി ആവട്ടെ. ഇതിനിപ്പോൾ നമുക്കൊരു മിനിമം 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്യാം. 2-3 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് സെറ്റായിട്ട് വരും. അപ്പോൾ ചിക്കൻ നമ്മൾ മസാലയൊക്കെ പുരട്ടി ഓവനിൽ വെച്ച് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ റൈസ് ഇതാ ഇവിടെ ആവിയിൽ ഇരുന്ന് റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മൾ തീ ഓഫ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ അടി കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു 45 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചിക്കനെ പുറത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ചിക്കൻ്റെ അവസ്ഥ. അതാ നല്ല ജ്യൂസൊക്കെ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ വെള്ളം ഉണ്ടല്ലോ, ഇത് നമ്മൾ ഒരു പാനിലോട്ട് മാറ്റും. എന്നിട്ട് ഈ ആ വെള്ളത്തിലാണ്, അപ്പോൾ ഈ ചിക്കൻ്റെ ഫാറ്റും എല്ലാം ഇറങ്ങിയിട്ടുള്ള ആ ഒരു വെള്ളത്തിലാണ് നമ്മൾ നമ്മുടെ മസാല റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ജ്യൂസ് കംപ്ലീറ്റ് ഇതിനകത്തേക്ക് എടുക്കാം. ഓക്കെ, ഇതിനകത്ത് നമ്മുടെ ഗ്രേവി ഇട്ട് നമുക്കിതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിന് മുമ്പ് നമ്മൾ ചിക്കൻ ഒന്നും കൂടി നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. അത് ഒരു ബട്ടറിൻ്റെ പീസ് ചേർക്കണം കേട്ടോ. ഒരു ബട്ടർ വെച്ചിട്ട് നമുക്ക് ഒന്നും കൂടി ജസ്റ്റ് ഒരു 10 മിനിറ്റ്സും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ചായിരുന്ന നമ്മുടെ ഷവായി മസാല ഉണ്ടല്ലോ, അത് ഈ ചിക്കൻ സ്റ്റോക്കിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് ഇതിനെ വറ്റിച്ച് എടുക്കണം. അപ്പോൾ നമ്മുടെ മസാല തിളച്ച് വരുന്നുണ്ട്. നന്നായിട്ട് തിളച്ചത് ഈ ചാറ് കുറുകി വറ്റി വരണം കേട്ടോ. അപ്പോൾ നമുക്ക് അതുവരെ നന്നായിട്ട് ചൂടാക്കാം. നമ്മുടെ ഗ്രേവി നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കി, അടിപൊളി. ഉപ്പും പുളിയൊക്കെ കറക്റ്റാണ്. അപ്പോൾ തീ നമ്മൾ ഓഫ് ചെയ്യാണ്. ഇനി ആ ചൂടത്തിരുന്ന് ഒന്നും കൂടി ടൈറ്റ് ആവട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡിയായി, ഗ്രേവി റെഡിയായി, റൈസും റെഡി ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് നമ്മുടെ റൈസ് എന്തായെന്ന് നോക്കാം കേട്ടോ. ഏകദേശം 1 മണിക്കൂറിൽ കൂടുതലായി. ആഹാ, അടിപൊളി. ഇതാ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, റൈസൊക്കെ വിട്ട് വരുന്നത് കണ്ടോ. കറക്റ്റ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് മറച്ചു കൊടുക്കണേ. മറയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, അടിയിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ ചേർത്ത് ഇളക്കരുത്. ഇന്ന് അടിയിൽ പിടിച്ചിട്ടില്ല. കറക്റ്റാണ്. വേവ് എല്ലാം കറക്റ്റായിരുന്നു, റൈസ് എല്ലാം കറക്റ്റായിരുന്നു. ആവി പറക്കുന്ന ചൂടൻ മന്തി. നമ്മുടെ റൈസ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി. ആ ക്യാപ്സിക്കം ഇല്ലാത്തതിൻ്റെ ഒരു പോരായ്മ ഉണ്ട് എന്തായാലും. ക്യാപ്സിക്കം കൂടി വരുമ്പോഴാണ് അതിൻ്റെ ശരിക്കും ഫ്ലേവർ വരാം. പക്ഷെ അതർവൈസ് അടിപൊളിയാണ്. ബാക്കി എല്ലാ ഫ്ലേവറും കറക്റ്റാണ്. ക്യാപ്സിക്കത്തിൻ്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ ചിക്കൻ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ കണ്ട സ്കിന്നൊക്കെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഒന്നിരുന്ന് റെസ്റ്റ് ചെയ്യട്ടെ, എന്നിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം റൈസ് കുറച്ച് ഇനി നമുക്ക് ഒരു ചിക്കൻ പീസ് എടുത്ത് വയ്ക്കാം. നമ്മളിത് നമ്മുടെ ഷവായ ഗ്രേവി ഒരല്പം ഈ ചിക്കൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വയ്ക്കുക. പിന്നെ ഒരല്പം ഹോം മെയ്ഡ് മയണൈസ് അല്ല, ഇതൊരു ഡിപ്പാണ്. നമ്മൾ നല്ല കട്ടിയുള്ള കേടിനകത്ത് നമ്മൾ നല്ല കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ പഞ്ചസാരയും കുറച്ച് ഉപ്പും ചേർത്ത് കഴിഞ്ഞാൽ മിക്സ് ചെയ്തെടുത്ത് നമുക്കിതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിപ്പ് കിട്ടും കേട്ടോ. പിന്നെ ടൊമാറ്റോൻ്റെ ഒരു ഡിപ്പ്. ആദ്യം നമുക്ക് റൈസ് മാത്രം ഒന്ന് നോക്കാം. ഇതാ, ഓ സൂപ്പർ. മയണൈസ് അടിപൊളി, കുറച്ച് ടൊമാറ്റോ അടിപൊളി. ചിക്കൻ്റെ നോക്കാം. ഇതേ ചിക്കൻ, ആഹാ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഈ മസാലയിലൊന്ന് മുക്കിയിട്ട് അടിപൊളി, സൂപ്പർ സാധനം. ഇഷ ടേസ്റ്റ് ചെയ്യാലോ. ചെറിയ പീസ് ചിക്കൻ. ഓക്കെ, മയണൈസ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട്. ചെറിയ ചൂടുണ്ടേ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? സ്പൈസി ആണോ? അല്ല, ഫ്ലേവറൊക്കെ കറക്റ്റ് ആണോ? ടേസ്റ്റ് ഉണ്ടോ? ഓക്കെ, അടിപൊളി മന്തി ഷവായി ചിക്കനും. അപ്പോൾ
ഇതുപോലത്തെ അടിപൊളി റെസിപ്പികളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. ബൈ ബൈ. എങ്ങനെയുണ്ട് ഇവാൻ? ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞേ. ശരിക്കും പറഞ്ഞാൽ നല്ലതാണോ? ഒരു ക്യാപ്സിക്കത്തിന്റെ ടേസ്റ്റ് ഇല്ല. എന്റെ സ്കിന്നിട്ട് എങ്ങനെയാ? സ്കിന്ന് കഴിച്ചോ? എന്താ ഈ ക്രഞ്ച്. അങ്ങനെയുണ്ട്. ഇത് സൂപ്പർ ആയി.